പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ യുഗാന്ത പ്രഭാഷണമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച്, അവസാനത്തെക്കുറിച്ച് പറയും. ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന വലിയ പീഡനങ്ങളെക്കുറിച്ചാണ് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇപ്പോൾ ഫലദായകമാണെന്നോ, കൈത്താക്കാലമാണ്. ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ സഹനം ആവശ്യമാണ്. സഹനത്തിലൂടെയാണ് ഫലമുണ്ടാവുക. വിശ്വാസികളുടെ വിത്തായി മാറുന്നത് രക്തസാക്ഷികളുടെ രക്തമാണ്. അപ്പോൾ സഹനത്തിലൂടെയാണ്, യേശുവിൻ്റെ കുരിശിലൂടെയാണ് നമുക്ക് രക്ഷയുണ്ടായത്. അവസാനം വരെ സഹിച്ചു നിൽക്കണം. ഇപ്പോൾ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിടത്തെല്ലാം ക്ലേശങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി. അതേസമയം എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളും ലാഭങ്ങളും നോക്കി സുവിശേഷത്തിൽ മായം ചേർത്താൽ ഫലമുണ്ടാവുകയില്ല. നമ്മൾ യേശുവിൻ്റെ സുവിശേഷമായിരിക്കില്ല, മാമോൻ്റെ സുവിശേഷമായിരിക്കും പ്രഘോഷിക്കുക. അപ്പോൾ സഹനമില്ലാത്ത ഒരു ജീവിതമല്ല, കുരിശില്ലാത്ത ഒരു കിരീടമല്ല നമുക്ക് നൽകുന്നത്. നമ്മൾ കിരീടത്ത് എന്ന് കുരിശിലൂടെയാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശെടുത്ത് പിന്നാലെ പോകാൻ തയ്യാറാകണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ കുരിശുമെടുത്തതിൻ്റെ പിന്നാലെ വരണം, അവസാനം വരെ സഹിച്ചു നിൽക്കണം. ഇപ്പം ഞാൻ ജീവിക്കുമ്പോൾ, സുവിശേഷമനുസരിച്ച് ജീവിക്കുമ്പോൾ, അത് പങ്കുവയ്ക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ യേശുവിൻ്റെ സുവിശേഷമാണ് ജീവിക്കുന്നതിൽ വ്യക്തമായ ലക്ഷ്യമാണ്. കാരണം ലോകത്തിൻ്റെതായ മൂല്യങ്ങൾ, ലോകത്തിൻ്റെതായ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ചല്ല ഞാൻ ജീവിക്കുക. അപ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഒരു എതിർപ്പുണ്ടാകാൻ കാരണം അവരുടെ ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. യേശു പഠിപ്പിച്ച ആ ഒരു സുവിശേഷം ജീവിക്കുമ്പോൾ എതിർപ്പുകളുണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ എതിർപ്പില്ല, എല്ലായിടത്തും അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നീ യേശുവിൻ്റെ സുവിശേഷമാണോ ജീവിക്കുന്നത്, പ്രസംഗിക്കുന്നത്, അതോ മാമോൻ്റെ സുവിശേഷമാണോ? നമുക്ക് സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സുവിശേഷമല്ല, കുരിശിൻ്റെ സുവിശേഷമാണോ നയിക്കുന്നത്? ആ കുരിശ് മഹത്വത്തിലേക്ക് നയിക്കുന്നതാണ് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ, ത്യാഗത്തിലൂടെ, കുരിശിലൂടെ നിത്യമഹത്വത്തിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം, അവസാനം വരെ സഹിച്ചു നിൽക്കണം. ഏതെങ്കിലും എതിർപ്പിൻ്റെ പേരിൽ വിശ്വാസം തിരിക്കരുത്, സുവിശേഷ പ്രഘോഷണം നിർത്തിവെക്കരുത്. വിശ്വാസികളുടെ ആ ഒരു സാക്ഷ്യം മറ്റുള്ളവർക്കും പ്രചോദനമാകണം. സഹനം, ത്യാഗം, അത് മഹത്വത്തിലേക്കുള്ള മാർഗമാകണം. അതിനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. എതിർപ്പുകളുണ്ടാകുമ്പോൾ ഭയപ്പെടാതെ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക